അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അവളുടെ അടുത്ത് കൈയൊന്ന് കേട്ടെ. എല്ലാ കാര്യങ്ങൾക്കും ഒരു വെടുപ്പും വൃത്തി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഏറ്റവും ആവശ്യമാണ്. നഖവും കട്ട് ചെയ്യുക, എല്ലാത്തിനും വേണ്ട. ഇതിങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ സവോള ഇതിലേക്ക് ഇടുക. സവോള ഇട്ടതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ തോന്നണ്ടാവും ഇപ്പം സിനിമ ഇല്ലെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ കാണായിരുന്നു, ഹോട്ടൽ ആര്യഭവനോ അല്ലെങ്കിൽ ഹോട്ടൽ റാണിയോ എന്നൊക്കെ പറയാം. ഈ സവോള ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അടുത്ത് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് സവോള വളരെ വളച്ചിലുണ്ട. എൻ്റെ പൊന്നോ ചാടി പോണ്. ഇതിങ്ങോട്ട് ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഓരോ പീസായിട്ട് വരും. ഇതിങ്ങനെ അരിവാൾ പോലെ വരും. അതിങ്ങനെ വളഞ്ഞ് കിടക്കുമ്പോൾ ഉറങ്ങണ പോലെ തോന്നണം കേട്ടോ സവാളൊക്കെ. എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളക് എടുക്കാം, അത് ഇരിക്കാണ്ട് വീശാം. കുറച്ച് മതി, എരിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കാം. എരിവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടാട്ടോ, ഒന്നും പേടിക്കണ്ട. സുരേഷേ, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് കറിവേപ്പില കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. കുഴപ്പമില്ല. എന്നിട്ട് ഈ വെളുത്തുള്ളി ഇല്ലേ, ഈ വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് ഇതിലിടാം. വെളുത്തുള്ളി കൂടുതലിട്ടാൽ ഒരു സംഭവമുണ്ട്, വായും പൊള്ളും, മനുഷ്യൻ്റെ മനസ്സും പൊള്ളും. എന്നിട്ട് ഇഞ്ചിയും ഇതിലേക്ക് ഇങ്ങനെ കണ്ടിടാം. ഇഞ്ചി എത്രത്തോളം കൂട്ടുന്നു അത്രയും നല്ല കേട്ടോ, വയറിനും എല്ലാത്തിനും നല്ലതാണ്. അതിങ്ങനെ കൂട്ടി ഇങ്ങനെ തിരുമ്പി ഇപ്പോൾ ഇവരൊരു ഫാമിലി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും സവോളയും വെളുത്തുള്ളിയൊക്കെ ഒരു കുടുംബക്കാരായി തുടങ്ങി. അവർ ഭയങ്കര പൊരുത്തപ്പെട്ടു. കണ്ട ഇണങ്ങി കിടക്കണണ്ട, എന്തൊരു സന്തോഷമല്ലേ കിടക്കണ, മനപ്പൊരുത്തം. അതെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിൽ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി അധികം ഇട്ടാലും അമൃതം വശം എന്ന് പറയുള്ളൂ, കുറച്ചിടാം. അപ്പം ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടാണ്. ഇവിടെ ഈ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അത് ഈ തണുപ്പിൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല അതിടുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ഏലക്കായുടെ തന്നു. ഏലക്കായ നല്ല ഏലക്കായ പച്ചയ്ക്ക് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കട്ടയാവുമെന്ന് പറഞ്ഞേക്കണം. പക്ഷേ പച്ചയ്ക്ക് കഴിക്കണ്ട, അപ്പം ബ്ലഡ് കട്ടയാവും. ഇല്ലല്ലേ, പച്ചയ്ക്ക് കഴിക്കാതെ മുളക് പൊടി നല്ല. എനിക്ക് ഈ മുളകിൻ്റെ കളർ കാണുമ്പോൾ അതിൻ്റെ ശരീരം മൊത്തം വിറയ്ക്കും. എന്താ അറിയില്ല. അതാതെ ഇതിങ്ങനെ കിടക്കണ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കളറായിട്ടോ. ഇതും കൂടെ ഇട്ടേക്കാം. ഇനിയിപ്പോൾ എരിവുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പെപ്പർ എടുക്കാം. പെപ്പർ കുറച്ച് മതിയാ, അല്ലെങ്കിൽ ഒരു അത് കൂടിയില്ലത് സാരില്ല. ഇന്നത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. എന്നിട്ട് വെളിച്ചെണ്ണ എടുക്കാം. ഈ വെളിച്ചെണ്ണ കുറേശ്ശെ കഴിച്ചാൽ മതി. കാരണം കൊളസ്ട്രോളും ഇതൊക്കെ കൂടുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് മോൻ ഉപ്പ് ഇവിടെ ഉപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ട്. അതായത് എൻ്റെ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്കോ മധുരില്ല, പച്ചില പാമ്പിനോ പറ്റിയില്ല. കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്കോ മധുരില്ല, പച്ചില പാമ്പിനോ പറ്റിയില്ല. ഉപ്പുമുളക്കില്ല പാലിനോ കയ്പില്ല, വീണയിൽ വീട്ടാത്ത രാഗമില്ല. ഉപ്പുമുളക്കില്ല പാലിനോ കയ്പില്ല, വീണയിൽ മീട്ടാത്ത രാഗമില്ല. ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾക്കിപ്പോൾ കൂടപ്പുഴ എന്തപ്പ വല്ല പ്രേമോ കാര്യങ്ങളോ ഉണ്ടോ? കൂടപ്പുഴ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൂടപ്പുഴ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ചോദിക്കും. അപ്പം ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ മോള് പറയും, അച്ഛാ അമ്മയ്ക്ക് ദേഷ്യമായി തുടങ്ങിയിട്ടോ എന്ന് പറയും. എന്തായാലും ഈ ഓടപ്പഴം പോലെയുള്ള ഒരു പെണ്ണെന്നുള്ളൊരു പുതിയ കേസിൻ്റെ പേരാണ്. നമ്മുടെ പ്രദീപിൻ്റെ അച്ഛന് സമ്മാനം കിട്ടിയ കോഴിയെ പോലെ ആയതുകൊണ്ട് ഈ കോഴി നമ്മൾ എന്താ വെച്ചാൽ കുക്കറിൽ ഒരു 3 പ്രാവശ്യം, നാടൻ കോഴിയാണ്, 3 പ്രാവശ്യം മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മസാല ഇട്ട് വേവിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഇതിടണം.
ഇതിലേക്ക് ഇട്ട് അതിൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ട, കുറച്ച് പേരിന് മാത്രം വെള്ളം ഒഴിക്കാന്നുള്ളൂ. അത് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഈ മസാലയും ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി ഇത് എന്താ പറയുക അങ്ങനെ കുഴയ്ക്കണം. അപ്പോഴാണ് കോഴിക്കറി ആവുള്ളൂ. ഇതെല്ലാം നമ്മളിപ്പോൾ സാധാരണ ഓരോ മാസികകളിലായാലും എല്ലാത്തിലും നമ്മളിപ്പോൾ എഴുതി കാണിക്കാറുണ്ട് ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്യണം, എങ്ങനെ പാകം ചെയ്യണം എന്നുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഈ കലാഭവൻ മണിയുടെ നാടൻ പാട്ടും നാടൻ തട്ടും എന്ന് പറഞ്ഞ ആ കടയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സുഭിഷ്ടമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടും. ധൈര്യമായിട്ട് അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്നിട്ട് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതായതുകൊണ്ട് ഞാൻ സുരേഷ് ഇതൊന്ന് കണ്ട ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക. രണ്ടും കൂടി ഇളക്കുക, നന്നായിട്ടാണ് ഇളക്കുന്നത്. ഇപ്പം തന്നെ കറി ആയ പോലെ ഏകദേശം നമുക്ക് തോന്നും, പക്ഷെ അതുകൊണ്ടായില്ല. ഇനി ഇതും കൂടി അടപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റാവും. ഇതാണ് ഇത്. പല്ലിനും കുഴപ്പമില്ല, ഒന്നുമില്ല. ഞാൻ ഒരു ഡോക്ടറെ കഥ പറയാണ്. ഏതൊരാള് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു, ഡോക്ടർ ചോദിച്ചു എന്താ അസുഖം? സാറേ എനിക്ക് എൻ്റെ ഇടത്തെ പല്ല് ഭയങ്കര വേദന. ഓ ഇടത്തെ പല്ല് വേദനയാണ്, നോട്ടെ വായ തുറക്കൂ. തുറന്നു. ഡോക്ടർ ടോർച്ചൊക്കെ എടുത്ത് അടിച്ചു നോക്കി. ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനത്തെ ഇത്രയും നിരവധി കേസുകൾ ഇവിടെ ഒരുപാട് വരാറുണ്ട്. ഒരു പണി ചെയ്യൂ, നിങ്ങൾ ആ ഇടത്തെ പല്ലില്ലേ, ആ ഇടത്തെ പല്ലിൻ്റെ സൈഡിലേക്ക് 2 പല്ല് അങ്ങോട്ട് എടുത്ത് കളഞ്ഞേരെ, നിങ്ങളുടെ അസുഖം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ പേഷ്യൻ്റ് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പല്ലിനല്ല കംപ്ലൈൻറ്റ്, എനിക്ക് തലവേദനയാണ്. തലവേദന വരുന്നത് പല്ലിൽ നിന്നാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. സാറേ എനിക്ക് പല്ലിനല്ല കംപ്ലൈൻറ്റ്, എനിക്ക് തലവേദനയാന്ന്. ഡോക്ടർ പറഞ്ഞു, താ ഒരു കാര്യം മനസ്സിലാക്കാം, 25 വർഷമായിട്ട് ഞാനിവിടെ ഡോക്ടറായിട്ടിരിക്കുന്ന ആളാണ്. പല്ലിനാണോ തലയ്ക്കാണോ കംപ്ലൈൻറ്റ് എനിക്കറിയാം. തന്നെ പഠിപ്പിക്കുക, ആ 2 പല്ലെടുത്ത് കളഞ്ഞാൽ തൻ്റെ തലവേദന പോവും. അപ്പോൾ ഈ വന്ന പേഷ്യൻ്റ്, സാറേ എനിക്ക് പല്ലിനല്ല കംപ്ലൈൻറ്റ്, തലവേദനയാണ്. പല്ല് പറിച്ചാലോ തലവേദന മാറും. അപ്പോൾ ഈ പേഷ്യൻ്റ് വെപ്പ് പല്ല് വയ്ക്കാൻ സമ്മതിക്കില്ലല്ലേ ഡോക്ടറെ, ആ വന്ന ആൾ ഫുള്ള് വെപ്പുമല്ല, അതിൽ നിന്ന് 2 പല്ലെടുത്ത് മാറ്റാൻ. അപ്പം നിങ്ങളുടെ തലവേദന മാറുന്നു. എന്തൊരവസ്ഥയാണ്. എന്ന പോലെ ഈ കോഴിക്കറി കഴിക്കുമ്പോൾ നിങ്ങളുടെ വെപ്പുപല്ല് വെച്ച ആൾക്കാരെയും പല്ല് പോവില്ല. തീർച്ചയായിട്ടും നമുക്കിത് അടപ്പത്തോട്ട് കൊണ്ടുപോകാം. അപ്പം നമുക്ക് ആ പാട്ട് പാടി കൊണ്ടുപോകാം അല്ലേ? എന്ത് പാട്ടാ പാടപ്പ വേണ്ട, എന്താ പാട്ടാ? സമയമായി വേഗത്തിൽ ഞാൻ അടുപ്പിൽ വേവുന്നു. ഇനി അതിൻ്റെ മുകളിൽ ഇതും കൂടി ഇടാൻ മറന്നുപോയി. ഇതാണ് അത്. ചുമ്മാ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കാം. ഈ തേങ്ങ കൊത്ത് ഒന്നുകൂടി ഇളക്കാം. സുരേഷ് ഇളക്കാൻ എടുക്കണമെന്ന് മനസ്സിലായി. എനിക്കും മേല. ഇനി കുറച്ച് വെള്ളം മറ്റേ ഇതിലുണ്ട്. അല്ലല്ല, എൻ്റെ കൈമേലത്തുള്ള കൈപുണ്യമാണ് മഹാപുണ്യം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ആ സത്ത് മാത്രം, വേറെ നമുക്ക് വേണ്ട. അതാണ് പൊക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു പോയി. ഇതൊരു തണുപ്പാണ് വെള്ളത്തിന്, എൻ്റെ പൊന്നു. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് പോവാം. അടുപ്പിലോട്ട് പോകാനേ. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി റെഡി ആവുന്നതിന് മുമ്പ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക് വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഒരു ടവലാണ്. ഇതൊരു നമ്മളൊരു തുടയ്ക്കണ ഒരു ടവലാണ്. അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തല ഇങ്ങനെ വളച്ചെടുക്കണം. വളച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല, കാരണം ഇത് കെട്ടാൻ കിട്ടാം. ഇപ്പം ഇതിപ്പോൾ ഒരു ഷേപ്പ് മാതിരിക്കും. അത് നമ്മളിതൊരു അണ്ണാനായിട്ട് കാണുക. ഈ അണ്ണാന്ന് വെച്ചാൽ ഹൈ ഹൈ ഹേയ് കണ്ട, ഇതിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര അതിശയായിരിക്കും. ഇങ്ങനെ അണ്ണാ കുഞ്ഞേ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാജിക്കുകളും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡോടെ അവസാനിക്കുകയാണ്. വീണ്ടും നമ്മൾ സന്ധിക്കും വരെ വണക്കം. വീണ്ടും കാണാൻ മറക്കരുത്. മണി